ഫോൺ ചെയ്തിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അല്ല, ബാക്കിയുള്ളവരൊക്കെ എവിടെ? മുഹൂർത്തം ആവാറായി. അവര് വരില്ല. താൻ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. വേറൊരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്ന പെണ്ണിനെ കെട്ടിവെക്കാൻ ഞങ്ങളുടെ മോനെ കണ്ടുള്ളൂ വാസുദേവ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയണം? ഞങ്ങൾ തന്നെയാ വിശ്വസിച്ചത്. താൻ ഞങ്ങളെ ചതിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ടാ തൻ്റെ മാത്രം വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചത്. അതിനിപ്പോ എന്താ ഉണ്ടായത്? ഇതിൽ കൂടുതൽ എന്തുണ്ടാവാൻ? നിന്റെ പെങ്ങളും നീലെന്ന് പറഞ്ഞ ഒരുത്തനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ? ചോദിച്ച കേട്ടില്ലേ? അല്ല, അത് എന്താടാ നാവിറങ്ങിപ്പോയോ? അതൊക്കെ ഓരോ തമാശകള്. തമാശയോ? തമാശ ഞങ്ങൾക്ക് മനസ്സിലാവും. തമാശ. അപ്പൊ ഇതും തമാശ പെടുമോ? ഗുരുകാരണവന്മാർ ചെയ്ത പുണ്യം കൊണ്ടാ രാവിലെ ഈ കവർ വീട്ടിൽ കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ എന്റെ മോന്റെ ജീവിതം തകർന്നു പോയനെ. അവരൊക്കെ എവിടെ? അപ്പുറത്തുണ്ട്. വിളിക്കണോ? വേണ്ട. നിനക്ക് സന്തോഷായോ? നീ ആഗ്രഹിച്ചതുപോലെ നടന്നില്ലേ? എന്റെ കല്യാണം മുടങ്ങിയില്ലേ? എനിക്കൊരു സന്തോഷവുമില്ല, പകരം സങ്കടാ. നീ മറ്റൊരാളെ വിവാഹം കഴിച്ച് പോകുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ടായിരുന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് നിന്റെ മോഹം അതെന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ടാ വേദ. പക്ഷെ ഇപ്പോ നിന്റെ ഈ അവസ്ഥ കാണുമ്പോ സംഭവിക്കാൻ പാടില്ലാത്തതാ സംഭവിച്ചത്. ഒരു പെൺകുട്ടിയുടെയും ജീവിതത്തില് നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചു പോലുള്ള കാര്യങ്ങള് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും അറിയില്ല. എന്നാ എനിക്കറിയാം. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത്? ഞാനൊരു മണ്ടിയാണെന്നോ? എല്ലാം മറന്നെന്നോ? ഒന്നും ഈ വേദം മറന്നിട്ടില്ല, മറക്കുകയില്ല. നീ കണ്ടോ, ഇവിടെ നിന്നാണ് എന്റെ പ്രതികാരം തുടങ്ങുന്നത്. നീലിനെ സ്വാധീനം ഞാൻ തകർക്കും. ഒന്നും മനസ്സിലായില്ലല്ലേ? ഇല്ല. ഈ ചിരി നിനക്ക് ഓർമ്മയുണ്ടോ? ഈ ചിരി എപ്പോഴൊക്കെ നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ചിരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്റെ മനസ്സില് ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അക്ഷരം പ്രതി ശരിയായി. എടീ, ഈ കല്യാണം മുടങ്ങുമെന്ന്
അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. ആര്? ഈ ഞാൻ. ആ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തത് ഞാനാ. അമേരിക്കക്കാരനാണെങ്കിലും മലയാളിയല്ലേ, അതൊന്നും സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വേദ, ഈ കല്യാണം ഇങ്ങനെ മുടങ്ങേണ്ടത് എന്റെ ഒരു ആവശ്യമായിരുന്നു. വീട്ടുകാരുടെ മുമ്പിലടക്കം എല്ലാവരുടെയും മുമ്പില് നല്ലവളാവാൻ എനിക്കതുകൊണ്ട് സാധിച്ചു. അപ്പോ വേദ ഒരു നാടകം കളിക്കുമായിരുന്നു അല്ലേ? നാടകോ? നാടകമല്ല, ജീവിതം. ജീവിതം വെച്ചാ ഞാൻ കളിച്ചത്. വേദയുടെ ഭാവിയെക്കുറിച്ച് ഉത്തരം പറയാനുള്ള ബാധ്യത നമുക്കും ഉണ്ടിപ്പോ. കള്ളത്തരമാണ് അവൾ കാണിക്കുന്നത് മുഴുവൻ. നീ മുമ്പ് പറഞ്ഞതാ ശരി. കൃത്യമായിട്ട് തയ്യാറാക്കിയൊരു പദ്ധതിയാണ് അവളിപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും അത്ര ഗൗരവത്തിലെടുക്കേണ്ട ആവശ്യമില്ല. എന്ന് പറയാൻ പറ്റുമോ? ജീവിതകാലം മുഴുവൻ വേദ ഒറ്റാന്തടിയായിട്ട് കഴിയട്ടെ എന്നാണോ? മറ്റാരെങ്ങനെ ചിന്തിച്ചാലും നമ്മളങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു ശരികേടില്ലേ? ഒരു ശരികേടുമില്ല. പ്രത്യേകിച്ച് സ്വന്തം കല്യാണം സ്വയം മുടക്കിയ സാഹചര്യത്തിൽ. അതിന് തെളിവില്ലല്ലോ, നമുക്ക് ഊഹം മാത്രമല്ലേ ഉള്ളൂ. നീ വിശ്വസിക്കുന്നില്ലേ ആ ഫോട്ടോസ് പയ്യൻ അയച്ചു കൊടുത്തത് വേദയാണെന്ന്? വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിനക്കങ്ങനെ തോന്നാൻ കാരണം? അന്ന് നീ അങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ ഞാനതിനെ എതിർക്കുക ചെയ്തത്. വേദയായിരിക്കില്ല എന്ന അർത്ഥത്തിൽ ഞാനൊന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഈ കൊച്ചു ഓഫീസിൽ വരാൻ തോന്നിയല്ലോ. കൊച്ചു ഓഫീസ് ചെറുതാണെങ്കിലും നിന്റെ ബാങ്ക് ബാലൻസ് വലുതാണെന്ന് ഞാൻ അറിഞ്ഞു. എവിടെ പോരാ നീലേ, ഈ കാശെറിഞ്ഞ് കാശ് വരുന്ന പരിപാടിയുടെ പേരാണല്ലോ ബിസിനസ്. അങ്ങനെ എറിയാൻ മാത്രമുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഒരു മിനിമത്തില എൻ്റെ കളി. ആ കളി ഒന്ന് വലുതാക്കിയാലോ? ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതിനുള്ളൊരു പദ്ധതിയും കൊണ്ടാ നീല് വന്നിരിക്കുന്നത്. പാർട്ണർഷിപ്പാണോ? അതെ. അത് പക്ഷേ എനിക്കല്ല, ഒരു ലേഡിക്കാ. ലാഭമൊന്നും കൊടുക്കണ്ട, മുതലും കൊടുക്കണ്ട. അതെന്ത് പാർട്ണർഷിപ്പാ? അവര് പങ്കാളിയാവാൻ പോകുന്നത്, അല്ലെങ്കിൽ വേണ്ട, നീല് എന്നെ പറയും. കേട്ടപ്പോൾ എനിക്ക് അട്രാക്റ്റീവായി തോന്നി. ഞാനാ നിന്റെ പേര് സജസ്റ്റ് ചെയ്തത്. പറ. ഞങ്ങൾ വന്നത് ഒരു കല്യാണാലോചന കൊണ്ടാ. നല്ല കുട്ടിയാ, ആളെ നീ അറിയും. പണ്ടിവിടെ ഒരു ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട. ഓ, അവരോ? അതിലാരാ? വേദ. ശ്രദ്ധിച്ച് കേൾക്കണം. പണ്ട് വേദയും ഞാനും കുറച്ച് അടുപ്പത്തിലായിരുന്നു. വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോഴാണ് സ്വാതി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. നിശ്ചയിച്ചിരുന്ന കല്യാണം മുടങ്ങിയതോടെ അവളൊരു പ്രതിസന്ധിയിലായി. വിവാഹം കഴിക്കണമെന്നുണ്ട്, പക്ഷേ എല്ലാം അറിയുന്ന ഒരാൾ കെട്ടണമെന്നാണ് ഡിമാൻഡ്. അത് ന്യായമാണല്ലോ. അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? നല്ല കുട്ടിയെ വേദ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞതുകൊണ്ട് ഒരു തീരുമാനം എടുക്കണ്ട. നല്ലോണം ആലോചിച്ച് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നീ എസ് പറയണം. ആ കുട്ടിയുടെ അന്നത്തെ പെരുമാറ്റം അതത്ര നല്ലതായിരുന്നില്ല. ഒരിക്കലും അതുപോലൊരു പെൺകുട്ടിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതികരണമായിരുന്നു അത്. അത് അന്നത്തെ സാഹചര്യത്തിൽ സംഭവിച്ചതല്ലേ? ഞാൻ വേറെ ജാതിക്കാരനായി പോയി, അല്ലെങ്കിൽ ഞാൻ കെട്ടിയനെ. ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നെങ്കിലും അതിര് വിട്ടൊന്നും ഞങ്ങൾ തമ്മിലുണ്ടായിട്ടില്ല. അതോർത്ത് നീ പേടിക്കണ്ട. നിന്നെ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ എൻ്റെ ലൈഫിൻ്റെ കാര്യമായതുകൊണ്ട് എനിക്കൊന്ന് ആലോചിക്കണം. ആ പെണ്ണിന്റെ അച്ഛൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. കിട്ടിയാൽ അത് മുഴുവൻ നിനക്ക് കിട്ടും. കാശ് എനിക്ക് വേണം, പക്ഷേ ഇങ്ങനൊരു വഴിയിലൂടെ ഏതായാലും ഞാനൊന്ന് ചിന്തിക്കട്ടെ, വിവരം അറിയിക്കാം. മതി, അത് മതി. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും വേഗം പറയണം. പറയാം. നീ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഈ കല്യാണത്തിന് ഇഷ്ടമില്ലേ? ഇഷ്ടമാണ്. എന്റെ ഭാഗ്യമല്ലേ
ഇങ്ങനെയൊരു ബന്ധം